ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഗ്രാവിറ്റി മെറ്റ ടോക്കൺ പർച്ചേസ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. മുമ്പിലത്തെ വീഡിയോയിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോയ്ക്കകത്ത് എൻ്റെ ഐ ഡിയുടെ പേര് അല്ലെങ്കിൽ ഞാൻ ആ ട്രസ്റ്റ് വാലറ്റ് ഇട്ടിരിക്കുന്ന പേര് GMT എന്നാണ്. ഇവിടെ എനിക്ക് ഒരു $2 BNB ഇവിടെ ഗ്യാസ് ഫീ ആയിട്ടുണ്ട്. നമുക്ക് ബ്ലോക്ക് ചെയിനിലാകുമ്പം ഗ്യാസ് ഫീ വേണം, അതൊക്കെ നമ്മളിപ്പോൾ സംസാരിച്ച എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇനി നമുക്ക് USDT ആണ് ആവശ്യം. ഇവിടെ USDT കാണുന്നില്ല. നമ്മൾ മാനേജ് ക്രിപ്റ്റോയിൽ പോയി ആ സെർച്ച് എന്നുള്ള സ്ഥലത്ത് USDT എന്ന് ടൈപ്പ് ചെയ്തു. ഇവിടെ നിരവധി USDTയുടെ പേര് വന്നതിൽ നമുക്ക് ബിനാൻസിൻ്റെ ബ്ലോക്ക് ചെയിനുള്ളതാണ് വേണ്ടത്. അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ USDCയുടെ താഴെ USDT BNB സ്മാർട്ട് ചെയിൻ, അതിൻ്റെ വലത്തെ ഒരു ബ്ലാക്ക് ഒരു ഷെയ്ഡ് ഉള്ളത്, ആ ബട്ടൺ ഞാൻ ഓണാക്കി വെക്കുകയാണ്. അപ്പോൾ അത് ബ്ലൂ കളറായി. ഇനി നമ്മൾ തിരിച്ച് പോകുമ്പോൾ ബാക്ക് ആരോ കൊടുത്തുകൂടെ വരുമ്പോൾ ഇവിടെ USDT കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ BNB എൻ്റെ കയ്യിലുണ്ട്. ഇനി എനിക്ക് USDT ഇവിടെ കൊണ്ടുവരണം. ഞാൻ $100 പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ USDT ടച്ച് ചെയ്തു, റിസീവ്. അപ്പോൾ നമുക്ക് സ്വീകരിക്കാനുള്ള അഡ്രസ്സ് ഇവിടെ കണ്ടു. ഞാൻ ഒന്നെങ്കിൽ നമുക്ക് ആ QR കോഡ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ അഡ്രസ്സ് കോപ്പി ചെയ്യാം. ഞാൻ കോപ്പി ചെയ്യുന്നു. എൻ്റെ ബിനാൻസിൽ ഫണ്ടുണ്ട്, ഞാൻ ബിനാൻസിലേക്ക് മാവുകയാണ്. ഇത് ബിനാൻസ് അക്കൗണ്ടാണ്. ബിനാൻസ് അക്കൗണ്ട് നമ്മൾ USDT സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഡിപ്പോസിറ്റ്, വിഡ്രോ, ട്രാൻസ്ഫർ എന്നൊക്കെ ഒരു ഓപ്ഷൻ വന്നു. അതിൽ ഞാൻ വിഡ്രോയിൽ പോയി. ഞാൻ സെൻഡ് വയാ ക്രിപ്റ്റോ നെറ്റ്വർക്ക്, ഞാൻ ക്രിപ്റ്റോ നെറ്റ്വർക്ക് വഴിയാണ് അയക്കുന്നത്. അത് സെലക്ട് ചെയ്തു. അഡ്രസ്സ് അവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, 360.95. ഞാൻ അതൊന്ന് ചെക്ക് ചെയ്തു. ഞാൻ അവിടെ നിന്ന് എടുത്ത അഡ്രസ്സ് തന്നെയാണ്. നെറ്റ്വർക്ക് BNB സ്മാർട്ട് ചെയിൻ സെലക്ട് ചെയ്തു. എമൗണ്ട് ഞാൻ 100 സെലക്ട് ചെയ്യുന്നു. 100 കൊണ്ടുവരുന്നത്. വിഡ്രോ കൊടുത്തു. അപ്പോൾ 100 അയക്കുന്നു. നമ്മളോട് കൺഫർമേഷൻ ചോദിച്ചു, BNB സ്മാർട്ട് ചെയിൻ ആണോ എന്നൊക്കെ ചോദിച്ചു. അതെല്ലാം കൊടുത്തു, കൺഫേം കൊടുത്തു. ഈ പാസ്വേഡാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ഫോണിൽ എൻ്റെ ബയോമെട്രിക് ഫിംഗർ പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് കൊടുത്തു. അപ്രൂവലായി. ഇവിടുന്ന് വിഡ്രോവൽ പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ നമുക്കൊരു മിനിറ്റ് എടുക്കും അവിടെ എത്തുന്നതിനായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടേക്ക് വരാം. ഓക്കെ, ട്രസ്റ്റ് വാലറ്റിൽ വന്നു. നമ്മൾ അഡ്രസ്സ് എടുത്ത സ്ഥലത്ത് തിരിച്ചു വന്നു. ഹോം പേജിലെത്തി. ഇവിടെ ഇപ്പോഴും BNB $2 തന്നെയാണ്. USDT വന്നിട്ടില്ല. അപ്പോൾ അത് വരട്ടെ. അതിനിടയ്ക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി ഞാൻ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്, നമുക്ക് GMT ടോക്കൺ ഇവിടെ കൊണ്ടുവരണം. മാനേജ് ക്രിപ്റ്റോ പോയി മുമ്പത്തെ പോലെ നമ്മളെ പ്ലസ് ചിഹ്നം റൈറ്റ് സൈഡ്, നേരത്തെ നമ്മൾ USDT ഓൾറെഡി ഇവിടെ ഉള്ളത് കൊണ്ടാണ് സെർച്ചിൽ പോയത്. ഇവിടെ നമ്മൾ ടോക്കൺ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ ആ പ്ലസ് ചിഹ്നം, മുകൾ ഭാഗത്തെ പ്ലസ് ചിഹ്നത്തെ ടച്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ എത്തേറുന്ന ബ്ലോക്ക് ചെയിൻ മാറ്റി BNB ആക്കി. അതിനുശേഷം നമ്മൾ അഡ്രസ്സ് പേസ്റ്റ് ചെയ്ത് ഇവിടെ വെക്കണം. ഓക്കെ, നമ്മളുടെ GMT ടോക്കണിൻ്റെ കോൺട്രാക്റ്റ് അഡ്രസ്സ് ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നേരെ ട്രസ്റ്റ് വാലറ്റ് വന്നു, അഡ്രസ്സോടെ പേസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഓൾറെഡി നമ്മളുടെ ടോക്കണിൻ്റെ പേര് വന്നു, സിമ്പൽ വന്നു, ഡെസിമൽ വന്നു. ഓക്കെ, ഇനി ഇമ്പോർട്ട് കൊടുക്കുക. സക്സസ്ഫുള്ളായിട്ട് ഇമ്പോർട്ടഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഹാപ്പി. നമുക്ക് ട്രസ്റ്റ് വാലറ്റിൽ GMT അഥവാ GMXT എന്നുള്ള പേരിൽ നമ്മുടെ സിമ്പിൾ ഒരു എക്സ് കൂടെ അഡീഷണൽ വന്നിട്ടുണ്ട്. GMXT ആഡായിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് സ്വാപ്പ് ചെയ്യണം. USDT-നെ GMXT-യിലേക്ക് സ്വാപ്പ് ചെയ്യണം. അതിന് നമ്മൾ ആ സ്വാപ്പ് ചെയ്യാനുള്ള ലിങ്ക് കോപ്പി ചെയ്തു. നേരത്തെ മാറിപ്പോകരുത്. നേരത്തെ നമ്മൾ അയച്ചത് റെഫർ ലിങ്കാണ്. ഇവിടെ നമ്മൾ സ്വാപ്പ് ചെയ്യാനുള്ള ലിങ്കാണ്. https:/swap.gmxt.live ആണ്. അത് കോപ്പി ചെയ്തു. നേരത്തെ പോലെ തന്നെ നമ്മൾ ബ്രൗസറിലേക്ക് വന്നതിന് ഡിസ്കവറിലേക്ക് വന്നു. അത് എൻ്റർ ബട്ടൺ കൊടുത്തു, പേസ്റ്റ് ചെയ്തു. ഇനി നമ്മളെപ്പോഴും പറയുന്നത് പോലെ കീപാഡിൻ്റെ താഴെ എൻ്റർ ബട്ടൺ, അതാ ലെൻസ് പോലുള്ള ആ ബ്ലൂ കളറിലെ ബട്ടൺ അമർത്തി. ഓക്കെ, വെബ്സൈറ്റ് വന്നു. നമ്മൾ അടുത്തൊരു പ്രോസസ്സ് എന്ന് പറയുന്നത്, നമ്മുടെ റൈറ്റ് സൈഡിലെ 3 ഡോട്ടിൽ ടച്ച് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ബ്ലോക്ക് ചെയിൻ മാറാനായിട്ട് എത്തേറിയമാണ് നടക്കുന്നത്. അവിടെ ടച്ച് ചെയ്തു, BNB ആക്കി.
100 ടൈപ്പ് ചെയ്തു. അതിന് 10,000 ടോക്കൺ കിട്ടുമെന്ന് കാണിച്ചു. ബൈ നൗ കൊടുത്തു. നമ്മൾ അപ്രൂവ് പറഞ്ഞു. അപ്രൂവ് കൊടുത്തതിന് ശേഷം പാസ്വേഡ് കൊടുക്കുന്നു. സക്സസ്. ഓക്കെ, പർച്ചേസ് പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് തിരിച്ച് വാലറ്റിൽ വന്ന് നോക്കാം. ഹോം പേജ് വന്നു. ഓക്കെ, GMXT 10,000 ടോക്കൺ വന്നിട്ടുണ്ട്. USDT ഇവിടുന്ന് USDT ഇവിടുന്ന് മൈനസായി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ GMXT ടോക്കൺ എങ്ങനെയാണ് സ്റ്റേക്ക് ചെയ്യുന്നത്. നമുക്ക് സ്റ്റേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മറ്റൊരു ലിങ്കാണ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് വാട്സപ്പിൽ അയച്ചു തന്നിട്ടുണ്ടാവും. അത് നമ്മൾ നേരത്തെ ഉപയോഗിച്ചത് swap.gmxt.live ആണെങ്കിൽ ഇവിടെ ആദ്യത്തെ https/gmxt.live എന്നുള്ളതാണ്. അത് കോപ്പി ചെയ്തു. ഡയറക്റ്റ് നമ്മൾ സൈറ്റിലേക്ക് വന്നു. ഡിസ്കവർ എടുത്തു. നമ്മുടെ ട്രസ്റ്റ് വാലറ്റിൻ്റെ ഡിസ്കവർ എടുത്തു. നമ്മൾ സെർച്ച് ചെയ്ത ആ ഏരിയയിൽ നേരത്തെ നമ്മൾ സ്വാപ്പ് എന്നുള്ളതിന് പകരം ഇവിടെ GMXT ലൈവ് എന്നുള്ള ആ ഡൊമൈനാണ് സെർച്ച് ചെയ്യുന്നത്. സെർച്ച് കൊടുത്തു. ഓക്കെ, ഇങ്ങനൊരു പേജാണ് വരിക. രജിസ്റ്റർ നൗ അല്ല, കാരണം ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ബ്ലോക്ക് ചെയിൻ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യുക. എത്തേറിയമാണ്, മാറ്റി PNB ആക്കി. തുടർന്ന് നമ്മൾ ലോഗിൻ എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്യാനായിട്ട് 3 ലൈനിൽ ടച്ച് ചെയ്തു. സൈൻ ഇൻ കൊടുത്തു. കണക്റ്റ് വാലറ്റ് കൊടുത്തു. ഓക്കെ, നമ്മളുടെ ട്രസ്റ്റ് വാലറ്റും ഗ്രാവിറ്റി മറ്റേ ടോക്കണിൻ്റെ സ്മാർട്ട് കോൺട്രാക്റ്റായിട്ട് കണക്റ്റായി. ഇതിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെ കാണുക. ഇൻകം വാലറ്റ്, സ്റ്റേക്കിംഗ് ഇൻകം, ലൈവ് ഇൻകം, റിവാർഡ് ഇൻകം, റാങ്ക് റിവാർഡ്, ടുഡേ ഇൻകം, ടോട്ടൽ ഇൻകം. ഓക്കെ, നമുക്ക് ID നമ്പർ കറക്റ്റാണോ ചെക്ക് ചെയ്യാം. കറക്റ്റായിരുന്നു. ഇനി നമുക്ക് പർച്ചേസ് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് നീക്കാം. അവിടെ നമ്മൾ ടോക്കണൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇടത് സൈഡിലുള്ള സെറ്റിങ്സ് ബാർ 3 വരെ ടച്ച് ചെയ്തു. പാക്കേജ് എടുത്തു. അതിൽ ബൈ പാക്കേജ്. ഇവിടെ നമുക്ക് 2 സ്റ്റേക്കിംഗ് പ്രോഗ്രാമാണ്. ഒന്ന് 1 ഇയർ, ഒന്ന് 2 ഇയർ. അതിൽ താഴത്തെ 1 ഇയറാണ്, ഒന്നാമത്തെ 2 ഇയറാണ്. അപ്പം നമ്മൾ ഇപ്പോൾ $100 വാങ്ങിച്ചപ്പോൾ 10,000 GMXT ടോക്കണാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പം ഞാൻ 10,000 ടൈപ്പ് ചെയ്യേണ്ട പകരം USDT അളവ് അവിടെ അടിച്ചാൽ മതി. നമ്മൾ 100 അടിക്കുന്നു. ഞാൻ 2 ഇയറിലേക്കാണ് സ്റ്റേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ 100 ടൈപ്പ് ചെയ്തപ്പോൾ 10,000 കിട്ടുമെന്ന് കാണിച്ചു. ബൈ നൗ കൊടുത്തു. ഇൻവെസ്റ്റ്മെൻറ്റ്, ആർ യു ഷുവർ വാണ്ട് ടു പ്രൊസീഡ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമ്മളോട് കൺഫേം ആണോന്നാണ് ചോദിച്ചത്. ഞാൻ ഓക്കെ കൊടുത്തു. ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്രൂവ് ചോദിച്ചു. എപ്പോഴും ബ്ലോക്ക് ചെയിനിൽ നമ്മൾ കൺഫർമേഷൻ ചോദിച്ചു. നമ്മുടെ പെർമിഷനോടെ മാത്രമേ എല്ലാ പ്രോസസ്സും അപ്രൂവ് ആവുള്ളൂ. അപ്പോൾ അപ്രൂവ് കൊടുത്തു. അഗൈൻ പാസ്വേഡ് കൊടുത്തു. പ്രോസസ് നടന്നു. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡൺ സക്സസ്ഫുള്ളി. ഓക്കെ, പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ വെരിഫൈ ചെയ്യാനായിട്ട് ഇടത് സൈഡിലുള്ള ആ 3 വരെ ടച്ച് ചെയ്തു. നമ്മൾ നേരത്തെ പാക്കേജ് എടുത്തതിൽ രണ്ടാമത്തെ പാക്കേജ് ഹിസ്റ്ററി പോയി.
അപ്പോൾ ആ പർച്ചേസ് ഹിസ്റ്ററിയുടെ വന്നിട്ടുണ്ട്. നമ്മളുടെ ID നമ്പർ നമ്മൾ എത്ര വർഷത്തേക്കാണ്, നമ്മൾ 2 ഇയറിലേക്കാണ്. അപ്പോൾ 0.3% ഡെയിലി എനിക്ക് കിട്ടും. എമൗണ്ട് $100 ടോക്കൺ റേറ്റ് 0.01 ആണ്. നമ്മുടെ ടോക്കണിൻ്റെ ഡീറ്റെയിൽസ് 10,000 GBXT ആണ്. ഓക്കെ, ഡേറ്റ് പർച്ചേസ് ഡേറ്റ് January 3rd 2025 4:42 PM ആണ്. അപ്പോൾ ട്രാൻസാക്ഷൻ ആഷ് ഇവിടെ കിട്ടി. അതിനർത്ഥം നമുക്ക് ഈ ട്രാൻസാക്ഷൻ ആഷ് ക്ലിക്ക് ചെയ്താൽ ഇത് നേരെ ബ്ലോക്ക് ചെയിനിൽ കയറി പരിശോധിക്കാം. മറ്റ് പലരും പറയുന്നത് പോലെ നമുക്ക് ക്രിപ്റ്റോ ആണ്, ടോക്കൺ ആണെന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റിലല്ല, ഇവിടെ റിയലായിട്ട് ബ്ലോക്ക് ചെയിനിലാണ്. നമ്മൾ ചെയ്തിരിക്കുന്നത് റിലീസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 2027 1-ാം മാസം 3-ാം തീയതിയാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പർച്ചേസ് എന്നുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് ടോക്കൺ സ്വാപ്പ് ചെയ്ത് ആ ടോക്കൺ സ്റ്റേക്ക് ചെയ്യുന്ന പ്രോസസ്സ്. 3 നമ്മൾ 2 വീഡിയോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, സംശയങ്ങൾ ക്ലിയർ ചെയ്തിട്ട് ചെയ്യുക, തെറ്റുകൾ വരുത്തരുത്. കാരണം ബ്ലോക്ക് ചെയിൻ ആയതുകൊണ്ട് എന്തെങ്കിലും തെറ്റ് പറ്റി നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. വളരെ നമുക്ക് ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല, തെറ്റ് പറ്റരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.